സുഭാഷിതങ്ങൾ സോളമൻ്റേതെന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന സൂക്തങ്ങളാണിത്. അനുദിന ജീവിത പ്രശ്നങ്ങളെ ദൈവഭയത്തിൽ വേരൂന്നി എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുന്ന വിവേകത്തിൻ്റെ ശകലങ്ങൾ. ദൈവഭയമാണ് അറിവിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ദൈവത്തോടുള്ള സ്നേഹവും ആദരവും യഥാർത്ഥമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വളരണമെന്ന്, അത് ജീവിതത്തിൻ്റെ മാർഗദീപമാകണമെന്ന് അവനെ പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ ജ്ഞാനത്തെ ഒരു സ്ത്രീയായിട്ടാണ് അവതരിപ്പിക്കുക. ഹുക്മ, ഈ സ്ത്രീയെ പിൻചെല്ലുക, അത് ഭോഷത്വത്തിൽ നിന്ന് നേരെ എതിരാണ്. വിവേകി, വിജ്ഞാനി, അറിവിൻ്റെ പിന്നാലെ പോകുന്നവൻ, അവൻ ജീവൻ തിരഞ്ഞെടുക്കുന്നു, ജീവനിലേക്ക് നടക്കുന്നു. അറിവെന്ന് പറയുന്നത്, ദൈവഭക്തി എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ ജീവിതത്തിനുള്ള അടിത്തറകൾ അവന് നൽകുന്നു. നീതിയിൽ, സത്യസന്ധതയിൽ, എളിമയിൽ, വിശ്വസ്തതയിൽ, സ്വയം നിയന്ത്രണത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന്. വാക്കുകളുടെ ഉപയോഗം, അത് കുടുംബജീവിതത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും എങ്ങനെ ഉപയോഗിക്കണമെന്ന്. വാക്കുകൾ മുറിപ്പെടുത്താനും സുഖപ്പെടുത്താനും കഴിയുമെന്ന് അവനെ പഠിപ്പിക്കുന്നു. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അച്ചടക്ക ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നു. അച്ചടക്കത്തിലൂടെ ഈ ഭൂമിയുടെ സൃഷ്ടികർമ്മത്തിൽ ദൈവം നൽകിയ ഒരു ജ്ഞാനമുണ്ട്. ദൈവം കൊടുത്ത ആ ഒരു ക്രമമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം. ആ ക്രമത്തോട് ചേർന്ന് ജീവിക്കുക. ദൈവഭയത്തിൽ പുണ്യങ്ങൾ അഭ്യസിച്ച് ദൈവത്തോടുള്ള അനുസരണയിൽ അവിടുത്തെ മനസ്സിന് ചേർന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് സുഭാഷിതങ്ങൾ. ഈ നോമ്പുകാലം നമുക്ക് അതിനുള്ള പരിശ്രമമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.